السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل الفرقان على عبده ليكون للعالمين نذيرا، والصلاة والسلام على نبيه وصفيه وحبيبه ورسوله محمد بن عبد الله النبي الأمي الذي لا ينطق عن الهوى إن هو إلا وحي يوحى، وعلى آله وأصحابه وأتباعه أهل العلم والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. صدق الله العلي العظيم. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുകളിലൂടെ എന്റെ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന അഭിവന്യ ജ്യേഷ്ഠാനുജന്മാരെ, ധന്യമാണീ മുഹൂർത്തം, സ്തുത്യർഹമാണീ സംരംഭം. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഖുർആൻ ആൻഡ് റിലേറ്റഡ് സയൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നേരം ബൈലക്സിലൂടെ ഇടപെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ലളിതമായി അല്പനേരം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ. ശ്രോതാക്കളെ, ബുദ്ധിയിൽ അഭിമാനം കൊള്ളുന്നവരാണ് നാം. ആകാശത്തിന്റെ അനന്തതയിലും ആറ്റത്തിന്റെ സങ്കീർണതകളിലും കണ്ണുനട്ടിരുന്ന് ചിലപ്പോൾ നാം വിസ്മയിക്കാറുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടാറുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ ചിലപ്പോൾ അനുഭവപ്പെടാറുള്ള വികല്പിതവാദങ്ങളും പെരുമാറ്റ രീതികളും അപക്വവും അപൂർണവുമാണ്. പ്രാപഞ്ചിക പ്രക്രിയകൾക്കും വ്യതിയാനങ്ങൾക്കും പിന്നിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളും വിധികളുമുണ്ടെന്ന തിരിച്ചറിവിലേക്കാണ് മനുഷ്യൻ ചെന്നെത്തേണ്ടത്. തന്റെ ധിഷണയും ദാർശനികവും മികവുമൊക്കെ ദൈവികമായ ശക്തിക്ക് മുമ്പിൽ നിസ്സാരവും ദുർബലവുമാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. ശാസ്ത്രം മതത്തിന് അന്യമല്ല എന്നാണല്ലോ സത്യം. അത് നമുക്ക് വളരെ ബോധ്യമുള്ളൊരു കാര്യമാണ്. സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലൈം, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തുള്ളതാണ്, ശാസ്ത്രമില്ലാത്ത മതം അന്ധമാണ് എന്ന് ശാസ്ത്രലോകത്തെ ഉന്നത ശീർഷകനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ നിരീക്ഷണത്തെ നാം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ തലമുറകളിൽ ശാസ്ത്രചിന്ത അങ്കുരിക്കേണ്ടിയിരിക്കുന്നു? അതിന്റെ ആവശ്യമുണ്ട്. സന്തുലിതമായ ഒരു ബന്ധനം അവയ്ക്കിടയിൽ സ്ഥാപിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ മനുഷ്യനിയോഗത്തിന്റെ ഉദാത്തമായ ലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങളും വിഘ്നങ്ങളും വിലങ്ങുകളും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കപ്പെടുന്നിടത്താണ് നമുക്ക് ചിലപ്പോൾ ചില നീറ്റലുകൾ അനുഭവപ്പെടാറുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ ഇവിടെ കാണപ്പെടുന്നത്? പ്രിയമുള്ളവരെ, അന്ധമായി ശാസ്ത്രത്തിന്റെ മേൽ മതം ചാടി വീഴുന്ന കാലമല്ല ഈ കാലം. ആത്മാർത്ഥമായ ശാസ്ത്ര പുരോഗതിക്ക് വിലങ്ങൊടുന്ന മതമല്ല ഈ മതം. ഇത് വിശുദ്ധ ഇസ്ലാമാണ്. കാലക്കാറ്റുകളെ വേദിച്ചുകൊണ്ട് അന്ത്യനാൾ വരേക്കും യാതൊരു മാറ്റത്തിനും വിധേയമാവാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കേവലം വെറും ശാസ്ത്രം പഠിപ്പിക്കലല്ല അതിന്റെ ഉദ്ദേശം. ശാസ്ത്രബോധത്തിലൂടെ ആകാശഭൂമികളെ സംവിധാനിച്ചിട്ടുള്ള തമ്പുരാനെ മനസ്സിലാക്കി അവനിലേക്ക് മടങ്ങലാണ്. അതിനാണ് വിശുദ്ധ ഖുർആൻ സകല സമയത്തും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. വാനഭൂവന പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്
ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെയും നമ്മെ അതിൽ ചിന്തിക്കാനും ആലോചിക്കുവാനും പ്രേരിപ്പിക്കുന്നു. സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ ദാബ്ബഹ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർള് ലആയാതിൻ ലിഖൗമിൻ യഖിലൂൻ. സൂറത്ത് ബഖറ 164-ാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതി വെച്ചത്. ആകാശഭൂമികളുടെ ചുട്ടിപ്പിലും ദിനരാത്രങ്ങളുടെ നൈര്യന്തത്തിലും മനുഷ്യോപയോഗ വസ്തുക്കളുമായി സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാനപാത്രങ്ങളിലും ആകാശങ്ങളിൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് അത് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുകയും അതിൽ മൃഗങ്ങളെ ജീവിപ്പിക്കുകയും കാറ്റുകൾ ചലിപ്പിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ അജ്ഞാനവർത്തികളായ മേഘങ്ങളെ നിർത്തിയിട്ടുള്ളതിലും ചിന്തിക്കുന്ന സമൂഹത്തിന് ഒരുപാട് ദൃഷ്ടാന്തമെന്ന് എന്താണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. സൂറത്ത് ഫുസ്സിലത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് അലാ ഇന്നഹും ഫീ മിർയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്. സൂറത്ത് ഫുസ്സിലത്ത് 53-54 ആയത്തുകളാണ് ഇവിടെ ഓതി വെച്ചത്. ശേഷം ചക്രവാളങ്ങളിലും മണ്ഡലങ്ങളിലും അവരുടെ സ്വന്തം ശരീരത്തിലും ഞാൻ നമ്മുടെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും, അങ്ങനത് സത്യമെന്നാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ. ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ശേഷം നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിലൂടെ ഈ നൂറ്റാണ്ടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ശാസ്ത്രലോകം തുറന്നു തരുന്നുണ്ട്. എല്ലാം പഠിച്ച് തമ്പുരാന്റെ അസ്തിത്വം വിളിച്ചോതുന്ന, തമ്പുരാന്റെ ഖുദ്റത്തുകൾ വിളിച്ചോതുന്ന ദൃഷ്ടാന്തമാണ്. വേറെ സൂറത്തിൽ കാണാം, വഖുലിൽ ഹംദുലില്ലാഹി സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. പ്രവാചകരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്ക്, സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ശേഷം അവന്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് കാണിച്ചു തരും, അപ്പോൾ നിങ്ങൾ അതിനെ മനസ്സിലാക്കും. ഇതാണ് സൂറത്ത് നംലിൽ 93-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അതെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ ശാസ്ത്രത്തിലൂടെ ഗവേഷണം നടത്തിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ശാരീരിക സുന്ദരമായ തീരം പുൽകി. ഡോക്ടർ പോട്ടർ, അമേരിക്കൻ ശാസ്ത്രജ്ഞ, 1980-ൽ ഇസ്ലാം സ്വീകരിച്ചു. അവൾ പറയുന്നു, ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്നത്തെ ശിട്ടിപ്പിലെയും മറ്റു പ്രശ്നങ്ങൾക്ക് തൃപ്തികരമായി മറുപടി നൽകാൻ പറ്റുന്ന ഏകവദം ഇസ്ലാം മാത്രമാണെന്ന്. ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കാൻ വേണ്ടി പഠനവിധേയമാക്കുന്ന ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അജ്ഞതയും അന്ധതയും കൊത്തിനിറഞ്ഞിരുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചത് എങ്കിൽ നിസ്സംശയം ഇതൊരു ദൈവിക വചനം തന്നെയാണ്. ജുവാൻ ലാപ്പിയർ എന്ന ആയിഷ എന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആയിഷ എന്ന് പേര് സ്വീകരിച്ച ആണവ ശാസ്ത്രജ്ഞ പറയുന്നു, ഞാൻ നടത്തിയ ഗവേഷണങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും എന്നെ ഇസ്ലാമിന്റെ സുന്ദര തീരത്തെത്തിക്കുകയായിരുന്നെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഒരുപാട് സയന്റിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ ആർതർ ജെ ആലിസൺ ബ്രിട്ടീഷ് സയന്റിസ്റ്റാണ്. അബ്ദുല്ല എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, ഒരേ സമയം ബുദ്ധിയെയും വൈകാരികതയും സംബോധനം ചെയ്യുന്ന ശാസ്ത്രീയ മതമാണ് ഇസ്ലാം. എന്റെ പഠന ഗവേഷണ ഫലങ്ങൾ കണ്ടപ്പോൾ എന്റെ ആഹ്ലാദത്തിനെതിരില്ലായിരുന്നു. എന്റെ ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ ഞാൻ ഇസ്ലാമിനെ കണ്ടെത്തുകയായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പലരും ഇതുപോലെ ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ തീരം പുലുകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഒരു കൂട്ടർ സത്യബോധത്തിലേക്ക് എത്തിപ്പെടുന്നു. അതിനുള്ള കാരണം അവരുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ മാത്രമാണ്. ദൈവചിന്ത അങ്കുരിക്കുന്ന ഒരു ഭാഗം തന്നെ മനുഷ്യ മസ്തിഷ്കത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊരു വാർത്ത ലോകമത സംഘടനയായ വേൾഡ് മുസ്ലിം ലീഗിന്റെ 11/5/2009 2009 പ്രസിദ്ധീകരിച്ച അൽ ആലമുൽ ഇസ്ലാമി എന്ന പ്രസിദ്ധീകരണത്തിൽ വന്നിരുന്നു. ദൈവവിശ്വാസം ഒരു ജന്മവാസനയാണെന്ന് ആൻഡലിംഗ് എന്ന സ്കോട്ട്ലൻഡ് ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ജർമ്മൻകാരനായ ഡോക്ടർ ഡീനറ്റ് കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ ലോകത്തിന് ദൈക്ഷണിക നേതൃത്വം നൽകിയ
പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ ദാർശനിക ചിന്തകളെ വിശകലനം ചെയ്യുന്ന ഒരു പഠനം പുറത്തിറക്കുകയുണ്ടായി. അവരുടെ വിശ്വാസങ്ങളെ വിലയിരുത്താനാണ് അദ്ദേഹം മുഖ്യമായും അതിലൂടെ ശ്രമിക്കുന്നത്. 209 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നടത്തിയ പഠനത്തിൽ 28 പേര് ഒരു വിശ്വാസത്തിലും എത്തിയിട്ടില്ല. 242 പേര് അവരുടെ ദൈവവിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. 20 പേര് ദൈവവിശ്വാസത്തിലോ നിരീശ്വരവാദത്തിലോ താല്പര്യമില്ലാത്തവരായിരുന്നു. ഒടുവിൽ പറഞ്ഞ 20 പേരെ കൂടി നിരീശ്വരന്മാരുടെ ഗണത്തിൽ പെടുത്തിയാലും പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ 83% ദൈവവിശ്വാസത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിരീശ്വരത്വം ശാസ്ത്രജ്ഞന്മാരുടെ വിദഗ്ധതയാണുള്ള ഭൗതികവാദികളുടെ ജൽപ്പനം അടിസ്ഥാനരഹിതമാണെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരിച്ച ലിയോൺ വേട്ട രേഖപ്പെടുത്തുന്നു, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദിശനാശാലിയായിരുന്ന പ്രൊഫസർ ബാസ്റ്റർ എഴുതുകയുണ്ടായി, വിശ്വാസം ഒരു പുരോഗതിക്കും വിഘാതമല്ല. ഓരോ പുരോഗതിയും ദൈവത്തിന്റെ സൃഷ്ടിമാത്മ്യത്തെ പുറത്തു കൊണ്ടുവരികയുള്ളൂ. ഇന്നത്തേക്കാൾ കൂടുതൽ അറിവ് മുമ്പ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ദൈവവിശ്വാസം ഇന്നത്തതിലും ശക്തവും അഗാധവുമായനെ. ശരിയായ ജ്ഞാനം ഇന്ന് ഭൗതികമായിരിക്കുവാൻ നിവൃത്തിയില്ല, മറിച്ച് അത് ദൈവത്തെ കൂടുതൽ അറിയുവാൻ നമ്മെ സഹായിക്കുന്നെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പറ്റം ദൈവത്തിനെതിരെ ചാടി വീഴുന്നത് നാം മനസ്സിലാക്കണം. ഖുർആൻ പറയുന്നു, സഅസ്രിഫു അന്നായാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു ഹക്ക് കൂടാതെ ഭൂമിയിൽ കിബിർ നടിച്ച് അഹന്ത് നടിച്ച് നടക്കുന്ന ആൾക്കാർ തൊട്ട് നമ്മുടെ ദുഷ്ടാനം നാം അവർക്ക് ശേഷം അവർക്ക് അവരെ തൊട്ട് തിരിച്ചു കളയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു. വയറൗ കുല്ല ആയത്തിൻ ലാ യുമിനു ബിഹാ, അവർ എല്ലാ ആ ദുഷ്ടാനങ്ങൾ കണ്ടാൽ അതുകൊണ്ട് അവർ വിശ്വസിക്കുകയില്ല. വയറൗ സബീല റുഷ്ദി ലാ യത്തഖിദു സബീല, വിവേകത്തിന്റെ മാർഗം അവർ കണ്ടാൽ അതിനെ മാർഗമായി അവർ സ്വീകരിക്കുകയില്ല. വയറൗ സബീലൽ ഗയ്യി യത്തഖിദു സബീല, വഴികേടിന്റെ മാർഗം അവർ കണ്ടാൽ അതിനെ മാർഗമായി അവർ അതിലേക്ക് പ്രവേശിക്കുകയും തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ദൈവനിഷേധത്തിന്റെ തെളിവുകൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വികല്പിത സിദ്ധാന്തങ്ങളുടെയും വാലിൽ കടിച്ചു തൂങ്ങി ദൈവമില്ലെന്നും ദൈവത്തിന്റെ പ്രസക്തിയില്ലെന്നും കണ്ണു ചെമ്മി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് നീശ പറഞ്ഞു, പദാർത്ഥം തരൂ, അതിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് കെന്നിന്റെ പ്രസ്താവന എത്ര അരോചകമാണെന്ന് നാം നോക്കണം. ജലം, രാസപദാർത്ഥങ്ങൾ, സമയം ഇവ ലഭിച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്താമെന്ന് ഹൈക്കൽ പ്രസ്താവിച്ചു. നാം വെല്ലുവിളിക്കുന്നു, ഇത്തരക്കാരോടാണ് നാം വെല്ലുവിളിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് കഴിയുമെങ്കിൽ സൃഷ്ടിപ്പ് നടത്തൂ എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. കേവലം അനുമാനങ്ങളിൽ അധിഷ്ഠിതമായ കേവലം അനുമാനങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ ഇത്രമാത്രം ഒരു കടുത്ത പ്രസ്താവന അവർക്ക് പ്രഖ്യാപിക്കാൻ അവർക്ക് ശക്തി തേടി. ഇവിടെയാണ് ശാസ്ത്രത്തിന്റെ പിഴവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ശാസ്ത്രം അന്ധമായി ഒരുപാട് കാര്യങ്ങൾ നിരാകരിക്കുകയും ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ നമുക്കൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഷിട്ടാവായ തമ്പുരാന്റെ സൃഷ്ടിപ്പ് നോക്കൂ, ഇത്രമാത്രം ചിട്ടയാർന്ന സംവിധാനമാണ് അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ രക്തധമനികളെ നോക്കൂ, ആകെ നീളം 1,00,000 കിലോമീറ്റർ. അനുവേലം നിർവീര്യമാക്കപ്പെടുന്ന കോശങ്ങളെ നീക്കം ചെയ്യുവാനായി ആ ശരീരം പ്രതിനിമിഷം 20 ലക്ഷം ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കുന്നു. 1/10 വോൾട്ടേജ് വീതം കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന 12 കോടി നാഡികോശങ്ങൾ അവന്റെ തലച്ചോറിലുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിന് തുല്യമായ ഒരു യന്ത്രം നിർമ്മിക്കുകയാണെങ്കിൽ അത് സ്ഥാപിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം തന്നെ വേണ്ടിവരും. മസ്തിഷ്കമെന്ന വിശ്രുത യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ ഏറ്റവും വലിയ ജലപാതത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വൈദ്യുതി ഉപയോഗിച്ചാലും അത് വരില്ല. ദർശനശക്തിക്ക് ഹേതുവായി 13 കോടി റോഡ്സും 75 ലക്ഷം കോണസും അവന്റെ കണ്ണിലുണ്ട്. അവയാകട്ടെ 3 ലക്ഷം നാഡിതന്തുക്കളിൽ തലച്ചോറുമായി ബന്ധിക്കുന്നു. അവന്റെ കണ്ണിന്റെ പ്രവർത്തനങ്ങൾ യാന്ത്രികമായി പകർത്തിക്കാട്ടുവാൻ 2,50,000 ടെലിവിഷൻ സെറ്റുകൾ വേണ്ടിവരും. ഒരു പിയാനോ കീബോർഡിൽ 15,000 കീകളുണ്ട് എന്ന ഈ അത്ഭുതങ്ങൾ മനുഷ്യ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇത് ആകസ്മികമാണ്, ഉടലെടുത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത്ര സൂക്ഷ്മമായ ഈ എഞ്ചിനീയറിംഗ് പ്ലാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് നമുക്ക് പറയാൻ സാധിക്കുക, തമ്പുരാൻ. ഈ തമ്പുരാന്റെ ഈ സൃഷ്ടിപ്പ് നമുക്ക് ഇല്ലായ്മെന്ന് തുടക്കാൻ പറ്റുമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തമ്പുരാൻ മാത്രമാണ് ഇത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പ് നടത്തിയത്. അവനൊരികാർക്കെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് വിവിധത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നാം ശാസ്ത്രത്തോട് വെല്ലുവിളിക്കുന്നു. അത്തരക്കാർ രംഗത്ത് വരേണ്ടതുണ്ട് എന്ന് നാം അവരോട് പറയുന്നു. കാരണം ഒരിക്കലും നമുക്ക് ഒരു പ്രതീക്ഷയും ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ പ്രത്യേകിച്ചും എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇത്രയും വിഷയങ്ങളിൽ നാം പഠന ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി മുതിരേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച രക്ഷിതാവിനെ നിഷേധിക്കുന്ന നന്ദികെട്ട നിർമ്മവാദികളെ അനാദിയിൽ നിന്ന് ഉണ്മയുള്ളതാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അനാദിയിൽ നിന്ന് അനാദിയ തുടക്കമില്ലാതെ തന്നെ
പുതിയൊരു തുടക്കമില്ലാതെ തന്നെ പഴയ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാർ അവർ തന്റെ അല്പജ്ഞാനം കൊണ്ട് അവർ ദൈവത്തെ നിഷേധിക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ പോലെ അല്പജ്ഞാനം മനുഷ്യനെ നിരീശ്വരവാദിയാക്കുന്നു. ശാസ്ത്രത്തിന്റെ ഗാഥയിലൂടെ ഇറങ്ങിച്ചെന്നാൽ അവൻ ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ അവസ്ഥ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർ അഗാധയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൽ പലരും ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഈ നൂറ്റാണ്ടുകളിൽ നമുക്ക് കണ്ട ഏറ്റവും വലിയ തെളിവാണ്. ആതിരിപ്പമുണ്ടാക്കിയവനാണ് തമ്പുരാൻ. മാതൃകയില്ലാതെ മൗലിക ശക്തികൾക്ക് തുടക്കമുണ്ടാക്കിയവനാണ് തമ്പുരാൻ. അതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അവലാ യസ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. മനുഷ്യൻ ഓർക്കുന്നില്ലയോ, അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ, മുമ്പ് നാം അവനെ പഠിച്ചു, അവൻ ഒന്നുമായിരുന്നില്ല, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ പഠിച്ചു. അതേ മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അല്ലയോ മനുഷ്യ, ഉദാരനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിതനാക്കിയതെന്ത്? അവൻ നിന്നെ സൃഷ്ടിച്ചു, ഏറ്റപ്പറ്റുകൾ തീർത്ത് ശരിപ്പെടുത്തി സന്തുലിതമാക്കി, ഏത് രൂപത്തിൽ അവൻ ഉദ്ദേശിച്ചോ അങ്ങനെ തന്നെ അവൻ ഘടിപ്പിച്ചു. ഇതാണ് മനുഷ്യനെ കുറിച്ചിട്ട് തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നിസ്സഹതയാണ്, ബലഹീനതയാണ്. നമുക്ക് പ്രഖ്യാപിക്കാനും നമുക്ക് വെല്ലുവിളിക്കാനും വളരെ ഉഷാറാണ്. പക്ഷേ നമുക്ക് ഈ തമ്പുരാന്റെ കഴിവിന്റെ ഒരല്പം പോലും നമുക്ക് ഇവിടെ ഭൂമിയിൽ നടത്തുവാൻ സാധിക്കുമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോട്ടർഡാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓപ്പറിൻ ഒരു പുൽക്കൊടിയെടുത്ത് ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അത് അപഗ്രഥിച്ചു തരാനെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് ചെയ്തു. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അയേൺ, ക്ലോറിൻ, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെ അദ്ദേഹം അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ, ശാസ്ത്രജ്ഞനെ സമീപിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞൻ തന്റെ പുൽക്കൊടി തിരിച്ചു തരണമെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അന്തിച്ചു നിന്നു. ഒരു പുൽക്കൊടി പോലും പുനഃസൃഷ്ടിക്കാൻ പറ്റാത്ത ശാസ്ത്രത്തിന്റെ ദയനീയ പര്യാപ്തത മനസ്സിലാക്കി ഏകനായ ദൈവത്തിലേക്ക് നാം തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പാടെ നിരാകരിച്ച ശാസ്ത്രന്മാർ, അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കും. അവരൊക്കെ അവസാനം അവരുടെ അന്ത്യം വളരെ ദയനീയമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വോൾട്ടയർ നമുക്ക് കേട്ടിട്ടുള്ള വലിയൊരു ചിന്തകനാണ് അദ്ദേഹം. പക്ഷേ ദൈവത്തെ അദ്ദേഹം പാടെ നിരാകരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ഘടികാര നിർമ്മാതാവ് എപ്രകാരം ഒരു ഘടികാരത്തെ അതിന്റെ ഘടകങ്ങളെ പ്രത്യേകമായ ഒരു ക്രമത്തിൽ യോജിപ്പിച്ച് നിർമ്മിച്ചുവോ അപ്രകാരം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും അതിനുശേഷം പ്രപഞ്ചത്തിന്റെ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം വാദിച്ചു. പരലോക വിശ്വാസത്തെ അന്ധമായി നിഷേധിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. മരത്തിനടിയിൽ വെച്ച് നരകം പിശാചി എന്നലറി അദ്ദേഹം അലറി വിളിച്ചു. D.H. ഹക്സ്ലി പറയുകയുണ്ടായി, യാതൊരു ബുദ്ധിയുമില്ലാതെ 6 കുരങ്ങന്മാർ കോടാനുകോടി വർഷങ്ങൾ ഡൈപ്ലൈറ്റിലെ കട്ടകൾ വെറുതെ നെക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിവിദൂരമായ കാലത്ത് അവ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയെന്ന് വരും. ഒരു കുരങ്ങ് അച്ചടിച്ച അവസാനത്തെ താൾ നാം പരിശോധിക്കുകയും എന്നിട്ട് അന്ധമായ ആ കട്ട ഞെക്കൽ കൊണ്ട് ഷേക്സ്പിയറുടെ ഒരു ലഘു കവിത സൃഷ്ടിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്താൽ അതിനെ അസാധാരണമായൊരു ആകസ്മികമായി നാം കണക്കാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഈ ഭൂലോകത്താകമാനം വ്യാപിച്ചു കൊടുക്കുന്ന മാനവരാശിയിലെ ഓരോരുത്തരുടെയും തള്ളവിരലിന്റെ തുമ്പും അതുപോലെ അവന്റെ കണ്ണും ഒരു സുപ്രഭാതത്തിൽ വ്യത്യസ്തപ്പെട്ടു വന്നില്ല? എല്ലാവരുടെയും വിരൽത്തുമ്പുകളും കൃഷ്ണമണികളും വ്യത്യാസമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടത് സുപ്രഭാതത്തിൽ അത് വ്യത്യസ്തപ്പെട്ടു വന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ആകസ്മികമാണെങ്കിൽ ആകസ്മികതയിൽ എവിടെയെങ്കിലും ഒരു സാമ്യത കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ നിന്നും ഒരു സാമ്യത കാണുന്നില്ല. അതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ആകസ്മികമോ കാണാത്ത ഈ മനുഷ്യന് പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു ചിട്ടാവണ്ടി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ആകസ്മികമല്ല, ആസൂത്രിതമാണ്, ഉദ്ദേശരഹിതമല്ല, ഉദ്ദേശപൂർണ്ണമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ വമാ അംറുനാ ഇല്ലാ വാഹിദതുൻ കലംഹിൻ ബിൽ ബസർ. ഒരു വ്യവസ്ഥക്കനുസരിച്ചാകുന്നു തീർച്ചയായും ഏതൊരു വസ്തുവിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിനെയും തമ്പുരാൻ ഓരോ വ്യവസ്ഥക്കനുസരിച്ച് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിന് പിന്നിലെ രഹസ്യങ്ങൾ തേടി അതിന്റെ സൃഷ്ടിച്ച അത്ഭുതകരമായ ശക്തിയുടെ ഉടമയായ തമ്പുരാനിലേക്ക് മടങ്ങേണ്ടതാണ്. അതല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നി വരുന്ന അഹന്തകൾ നടിച്ച് ദൈവത്തിനെതിരെ ചാടി വീഴേണ്ടതല്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നാം ഇനിയും പഠന ഗവേഷണങ്ങൾ നടത്തുകയും ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നാം തമ്പുരാനിലേക്ക് മടക്കുക. സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില ഫഖദ അദാബന്നാർ. ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ഈ പ്രപഞ്ചം നീ ഇത് വൃഥാ പഠിച്ചതല്ല, അതുകൊണ്ട് നീ എന്നെ നരകശിക്ഷയിൽ നിന്നും
സംരക്ഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതായത് ഇത്തരം ഒരു അടിമ തന്റെ പ്രപഞ്ചത്തിന്റെ ശിട്ടാവിനെ കുറിച്ച് ചിന്തിച്ച് തന്റെ തമ്പുരാനിലേക്ക് തന്നെ മടങ്ങുന്ന ഈ രംഗം അവൻ വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങണം. അള്ളാഹുവാണ് നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മുടെ ദൃഷ്ടാനം ചക്രവാളത്തിൽ നാം അവർക്ക് കാണിച്ചു കൊടുക്കും, അവരുടെ സ്വന്തം ശരീരത്തിലും. അങ്ങനെ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അവലം നഖ്ഫി റബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ ഈ വിഷയത്തിൽ നാം ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്താണെങ്കിൽ ഒരുപാട് നിരീശ്വരവാദങ്ങളും നിർമ്മതാവാദങ്ങളും പദാർത്ഥവാദങ്ങളും അതുപോലെ മറ്റു ഒരുപാട് ദൈവത്തെ തള്ളിക്കളയുന്ന ഒരുപാട് വാദങ്ങൾ ലോകത്ത് കടന്നു വരുമ്പോൾ എല്ലാം അന്ധമായി ദൈവത്തെ കണ്ണടിച്ച് പ്രഖ്യാപിക്കുമ്പോൾ, ദൈവമില്ല എന്ന് കണ്ണടിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും നാം പഠിച്ചുകൊണ്ട് അവർക്ക് യഥാർത്ഥ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മറുപടി പറയാൻ നാം സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.